ഹായ്, ഫെല്ലോ സിനിഫയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ അവസാനിച്ച് നമ്മൾ 2025 കടക്കാണ്. അപ്പൊ 2024 ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഇന്ത്യൻ ഇൻഡസ്ട്രി ഏതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു റാങ്കിങ് ഫ്രം വേഴ്സ്റ്റ് ടു ബെസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രീസും എന്നെ കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ പഞ്ചാബിയും ഭോജ്പൂരിയും ഒന്നും എനിക്കൊരു ധാരണയില്ല ആ ഇൻഡസ്ട്രികളെ പറ്റിയൊക്കെ. എനിക്ക് പ്രത്യേകിച്ച് അറിയാവുന്നത് നല്ല പരിചയമുള്ളത് 5 ഇൻഡസ്ട്രീസ് ആണ്. അവർ തമ്മിലാണ് ഇവിടെ കമ്പാരിസൺ നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 5ാം സ്ഥാനത്തുള്ളത് സാൻഡൽവുഡ് ആണ്, അഥവാ കന്നഡ ഫിലിം ഇൻഡസ്ട്രി. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഈ വർഷം ഒരു 100 കോടി സിനിമ പോലും വന്നിട്ടില്ല. അതിനപ്പുറം തന്നെ ബഗീരിയും ഭീമിയും പോലുള്ള സിനിമകൾ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചെങ്കിലും പ്രതീക്ഷിച്ച കളക്ഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. യുവ എന്ന് പറയുന്ന സിനിമ ആവശ്യത്തിന് ഹിറ്റായതായിരുന്നു. മാർട്ടിൻ എന്ന് പറയുന്ന സിനിമ ക്രിട്ടിക്കലി വളരെ നെഗറ്റീവ് ഉണ്ടാക്കിയ കുറെ ട്രോള് വാങ്ങിക്കൂട്ടിയ ഒരു സിനിമയായിരുന്നു. വളരെ പ്രതീക്ഷയോടെ വന്നൊരു സിനിമയും കൂടിയായിരുന്നു അത്. ഇപ്പോ മൊത്തത്തില് തിയേറ്ററിക്കലി ആണെങ്കിലും ക്രിട്ടിക്കലി ആണെങ്കിലും കന്നഡ ഇൻഡസ്ട്രി വളരെയധികം സഫർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ 2022 KGF കാന്താരൊക്കെ ഉണ്ടാക്കിയ ഒരു പീക്ക് ലെവൽ കന്നഡ ഇൻഡസ്ട്രിയിലോട്ട് ഈ വർഷം എന്തായാലും വരാൻ സാധിച്ചിട്ടില്ല. 4ാം സ്ഥാനത്തുള്ളത് കോളിവുഡ് ആണ്, അഥവാ തമിഴ് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രി 2022 വിക്രം, പൊന്നിയിൻ സെൽവൻ 1 പോലുള്ള സിനിമകളും 2023 ലിയോ, ജയിലർ, പൊന്നിയിൻ സെൽവൻ 2 പോലുള്ള സിനിമകളും നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമകൾ ക്രിറ്റിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി വലിയ സക്സസ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. എന്നാൽ നേരെ മറിച്ച് 2024 വരികയാണെങ്കിൽ വലിയ സ്റ്റാർസിന്റെ സിനിമകൾ നമ്മുടെ പ്രതീക്ഷകളെ മീറ്റ് ചെയ്യാതെ ക്രിട്ടിക്കലി ആയാലും ഫിനാൻഷ്യലി ആയാലും നമ്മളെ അധികം ഞെട്ടിക്കാതെ പോയ സിനിമകളായിരുന്നു. ഇപ്പൊ വേട്ടയനും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. അരൺമണൈ 4 എന്ന് പറയുന്ന അത്ര വലിയൊരു ബഡ്ജറ്റൊന്നും ഇല്ലാത്ത ഒരു വലിയ സ്റ്റാർസ് ഇല്ലാത്ത സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് നമുക്ക് തമിഴ് ഓഡിയൻസിന്റെ ഒരു ഡെസ്പിറേഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം രായൻ, അയലാൻ, ക്യാപ്റ്റൻ മില്ലർ പോലുള്ള നല്ല രീതിയിൽ കണ്ടന്റ് സിനിമകളായിട്ട് വന്ന സിനിമകളും തമിഴ് ഇൻഡസ്ട്രിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2024 അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല തമിഴ് ഇൻഡസ്ട്രി കാഴ്ചവെച്ചത്. ഇന്ത്യൻ ടൂവും കങ്കുവെ പറ്റിയൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടിയില്ലല്ലോ. 3ാം സ്ഥാനത്തുള്ളത് ബോളിവുഡ് ആണ്, അഥവാ ഹിന്ദി മൂവി ഇൻഡസ്ട്രി. ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ബോളിവുഡ് ആണ്. നമ്മുടെ മനസ്സിൽ നിന്നല്ല, ലോകമെമ്പാടും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻഡസ്ട്രി ഉറപ്പായിട്ടും ബോളിവുഡ് ആണ്. അതിനുള്ള കാരണം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇന്ത്യൻ ഓഡിയൻസിന്റെ ഒരു ഭൂരിപക്ഷം ഹിന്ദിക്കാർ തന്നെയാണ്. അപ്പോ ബോളിവുഡ് എന്തായാലും ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കേണ്ട, ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷ വെക്കേണ്ട ഒരു ഇൻഡസ്ട്രി ആണ്. എന്നാലും അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല ഈ വർഷം ബോളിവുഡ് ആയാലും കാഴ്ചവെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ കുറച്ചും കൂടി ഡൗൺഫോളിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എന്തായാലും കണ്ടാൽ മനസ്സിലാകും. എന്നാലും ഹിന്ദി സിനിമയിൽ ഈ വർഷവും കുറെ നല്ല സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീ 2 അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. സ്ത്രീ 2യുടെ ബഡ്ജറ്റ് വെറും 100 കോടി ആയിരുന്നു. വെറും 100 കോടി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വലുതുപോലെ തോന്നുമെങ്കിലും ബോളിവുഡിന് ഒരു ചെറിയ ബഡ്ജറ്റ് തന്നെയാണല്ലോ. എന്നാലും ആ സിനിമ ഉണ്ടാക്കിയത് 800 കോടിക്ക് മുകളിലാണ്. അതും വലിയ സ്റ്റാർസ് ഒന്നും അല്ല സിനിമയിൽ ഉണ്ടായിരുന്നത്. ശ്രദ്ധ കപൂർ കുറച്ച് ഫേമസ് ആണ്. എന്നാലും ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമക്ക് നേടാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കളക്ഷനാണത്. അതായത് ബഡ്ജറ്റിന്റെ 8 ഇരട്ടിക്ക് ഒരു സിനിമ ഉണ്ടാക്കാൻ തന്നെ വലിയ സംഭവമാണ്. ലോകത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ ഹൊറർ ഫിലിമും കൂടിയായിരുന്നു സ്ത്രീ 2 എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ വലിയൊരു നേട്ടമാണെങ്കിലും പൊതുവെ നോക്കുമ്പോൾ ബോളിവുഡിന്റെ പെർഫോമൻസ് ഫിനാൻഷ്യലി ആയാലും ക്രിട്ടിക്കലി ആയാലും അത്ര നല്ലതായിരുന്നില്ല. സിംഗം മെഗൈൻ എന്ന സിനിമ നല്ല രീതിയിൽ കളക്ട് ചെയ്ത ഒരു സിനിമ ആയിരുന്നുവെങ്കിലും ക്രിട്ടിക്കലി അത്ര നല്ല റെസ്പോൺസ് ഒന്നും അല്ല ഹിന്ദി ബെൽറ്റിന് പുറത്ത് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മാസ് മസാല സിനിമകളുടെ ഒരു ക്ലീശ തരത്തിൽ തന്നെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. എന്നാലും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ സിനിമ ഒരു വലിയ ഹിറ്റ് തന്നെയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അക്ഷയ് കുമാറിന്റെ ബഡേമിയൻ ചോട്ടേമിയനൊക്കെ 350 കോടി ബഡ്ജറ്റിൽ വന്ന് 110 കോടിയൊക്കെ കളക്ട് ചെയ്ത് തിയേറ്ററിൽ നല്ല ഹിറ്റായിട്ട് വിട്ട സിനിമയായിരുന്നല്ലോ. പിന്നെ അതിനപ്പുറം അക്ഷയ് കുമാറിന്റെ സിനിമകളെ പറ്റി ഞാനിപ്പോ പ്രത്യേകിച്ച് പറയുന്നില്ല. പിന്നെ ആദ്യം തുടക്കത്തിലൊക്കെ തേരി ബാത്തോ മേസ ഉൾജാജിയ എന്ന് പറയുന്ന ജാനുവരിയിൽ പുറത്തിറങ്ങിയ ഒരു സൈഫൈ ഫിലിം ഉണ്ടായിരുന്നു ഷാഹിദ് കപൂറിന്റെ. നല്ലൊരു ഫാമിലി ഫിലിമായിരുന്നു. അതും പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ച് 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയ്ത്താൻ എന്ന് പറയുന്ന ഒരു റീമേക്ക് ഫിലിം ഉണ്ടായിരുന്നു. അതും പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ച് 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു, അതും ഹിറ്റായി. ഫൈറ്റർ എന്ന് പറയുന്ന ഹൃത്തിക് റോഷന്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, ഒരു ആക്ഷൻ ഓറിയന്റഡ് ഫിലിം ആയിരുന്നു അത്. 300 കോടിക്ക് മുകളിലൊക്കെ കളക്ട് ചെയ്തു. എബോവ് ആവറേജ് റെസ്പോൺസ് ആണ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് കിട്ടിയെങ്കിലും നമ്മുടെ അവിടേക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്.
എന്നാലും അത്ര വലിയൊരു ഹിറ്റൊന്നും ആയിരുന്നില്ല സിനിമ, ജസ്റ്റ് ഒരു സംവാട്ട് ഹിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. രണ്ടാം സ്ഥാനത്തുള്ളത് ടോളിവുഡ് ആണ്, അഥവാ തെലുങ്ക് ഇൻഡസ്ട്രി. ഇത് എന്തുകൊണ്ടാണ് നമ്പർ 1 അല്ലാത്തത് ഞാൻ പിന്നെ പറയാം. ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം 2,000 കോടി സിനിമകളാണ്, രണ്ടും തെലുങ്കിൽ നിന്നാണ്. കൽക്കി 2898 അതുപോലെ തന്നെ പുഷ്പ 2 ദ റൂളും. കൽക്കി 2898 കട്ട പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ച് 1100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമയാണ്. പുഷ്പ 2 ദ റൂൾ മോസ്റ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മിക്സ്ഡ് റെസ്പോൺസ് ലഭിച്ചിട്ട് 1460 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ തെലുങ്ക് സിനിമയുടെ പെർഫോമൻസ് വെച്ച് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ് തെലുങ്കിൽ സംഭവിച്ചിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ മെയിൻ പവർ ഹൗസ് ആയിരുന്നു ഈ വർഷം തെലുങ്ക് ഇൻഡസ്ട്രി, നമുക്ക് എന്തായാലും പറയാം. പിന്നെ ചെറിയ ബഡ്ജറ്റ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഹനുമാൻ എന്ന് പറയുന്ന 25 കോടിക്ക് മറ്റും ബഡ്ജറ്റിൽ വന്ന ഒരു സൂപ്പർ ഹീറോ ഫിലിം 300 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. പിന്നെ ഗുണ്ടൂർക്കാരൻ എന്ന് പറയുന്ന ഒരു വലിയ ബഡ്ജറ്റിൽ വന്ന മഹേഷ് ബാബുവിന്റെ സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു, നല്ലോണം നെഗറ്റീവ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. പിന്നെയും കുറെ പടുക്കങ്ങൾ തെലുങ്കിൽ വന്നിട്ടുണ്ട്, എന്നാലും പൊതുവെ നോക്കുമ്പോൾ തെലുങ്ക് നല്ല രീതിയിലാണ് ഈ വർഷം പെർഫോം ചെയ്തിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ളത് മോളിവുഡ് അഥവാ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഈ വർഷം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് 500 കോടിയുടെയോ 1000 കോടിയുടെയോ സിനിമയൊന്നും വന്നിട്ടില്ല. എന്നാലും പ്രേക്ഷകരെ ഡിസപ്പോയിന്റ് ചെയ്യാത്ത സിനിമകൾ ജാനുവരി തൊട്ട് ഡിസംബർ വരെ നമുക്ക് മോളിവുഡ് തന്നിട്ടുണ്ട്. അബ്രഹാം ഓസ്ലറിൽ തുടങ്ങി ആട്ടം, പ്രേമലു, ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ, ടർബോ, തലവൻ, മന്ദാകിനി, ഉള്ളൊഴുക്ക്, വാഴ, നുണക്കുഴി, അജയന്റെ രണ്ടാം മോഷണം, കിഷ്കിന്ധകാണ്ഡം, ബോഗൻ വില്ല, സൂക്ഷ്മദർശിനി, മാർക്കോ പോലുള്ള സിനിമകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതില് എല്ലാ സിനിമകളും ഒന്നിക്കൽ ഹിറ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകാം ക്രിട്ടിക്കലി ആയാലും ഫിനാൻഷ്യലി ആയാലും വലിയ നേട്ടങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രി നേടിയിട്ടുണ്ട്. കണ്ടന്റ് സിനിമകളായാലും കമേഴ്ഷ്യൽ സിനിമകളായാലും വലിയ രീതിയിൽ തന്നെ ഇംപ്രൂവ്മെന്റ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷം മഞ്ഞുമൽ ബോയ്സ് 241 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് മലയാള സിനിമയുടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം ഇന്ത്യയിൽ നിന്ന് മാത്രം 167 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമ കേരളത്തിന്റെ പുറത്തുനിന്ന് ഇന്ത്യയിൽ 95 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. പ്രേമലു 23 കോടിക്ക് മുകളിലാണ് കേരളത്തിന്റെ പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ആവേശം ഉണ്ടാക്കിയത് 25 കോടിക്ക് മുകളിലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാള സിനിമയെ പാൻ ഇന്ത്യൻ തലത്തിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിയ ഒരു വർഷം തന്നെയായിരുന്നു 2024 എന്നാണ്. അതുപോലെ തന്നെ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഒരു എ സർട്ടിഫിക്കറ്റ് ഫിലിം ആയിട്ട് കൂടി കട്ട പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നേടിയിട്ടുള്ളത്. ഫസ്റ്റ് ഡേ കളക്ഷൻ ഒക്കെ വളരെ വലിയൊരു കളക്ഷൻ ആണ്. ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമക്ക് ഉണ്ടാകാൻ പറ്റുന്നതിൽ തന്നെ ഏറ്റവും നല്ല കളക്ഷൻ ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഡിസംബർ 25 മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക് ആകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ലാലേട്ടൻ സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്ത് അഭിനയിക്കാൻ പോകുന്ന ബറോസ് എന്ന സിനിമ ഇറങ്ങുന്നുണ്ടല്ലോ. ആ സിനിമ ഒരു ഹൊറർ ഒരു ഫാന്റസി ഫിലിം ആയിരിക്കും. അത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3D ഫിലിം ആയിരിക്കും. അപ്പോ ഇത് ലാലേട്ടൻ ഒരു ഭൂതമായിട്ടാണ് വരുന്നത്. 100 കോടിക്ക് മുകളിലൊക്കെ ബഡ്ജറ്റ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോ എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ലോ പോയിന്റിൽ ഉണ്ടായിരുന്ന മലയാള ഇൻഡസ്ട്രിയെ റിവൈവ് ചെയ്ത ഒരു വർഷമായിരുന്നു ഈ വർഷം. 5 100 കോടി സിനിമകളാണ് ഈ വർഷം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അടുത്ത വർഷം ഇതേപോലെ നല്ല നേട്ടങ്ങളും മലയാള സിനിമക്ക് ഉണ്ടാവട്ടെ നമുക്ക് ആശംസിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.